ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു ഹിന്ദി സീരീസ് ആണ് അന്ധേര. സർവിൻ ചൗളയെ കേന്ദ്ര കഥാപാത്രമായി എക്സൽ എന്റർടൈൻമെന്റ് നിർമ്മിച്ച് രാഘവദാർ സംവിധാനം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഹൊറർ സീരീസ് ആണ് അന്ധേര. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം ടിന്നനൂരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിങ്ഡം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് ഹരിഹര വീരമല്ലു. പവൻ കല്യാണിനെ കേന്ദ്ര കഥാപാത്രമാക്കി AM ജ്യോതി കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയാണ് ഹരിഹര വീരമല്ലു. ഇതൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ മൂവിയാണ്. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഇത് റിലീസ് ചെയ്യും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ജൂനിയർ. കിരീടി റെഡ്ഡി, ശ്രീലീല എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാധാകൃഷ്ണ റെഡ്ഡി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ജൂനിയർ. ജൂനിയറിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഓഗസ്റ്റ് 15 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ ആഹാൻ പാണ്ഡെയെ നായകനാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമയാണ് സയ്യാര. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു ഹിന്ദി ചിത്രമാണ് സർസമീൻ. പൃഥ്വിരാജ്, കാച്ചോഡ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കയോസ് ഇറാനി രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് സർസമീൻ. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. സർസമീൻ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് DNA. റിയാസ് ഖാൻ, ബാബു ആന്റണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി AK സന്തോഷ് എഴുതി TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത സിനിമയാണ് DNA. കൊച്ചി നഗരത്തെ ഞെട്ടിക്കുന്ന 3 കൊലപാതകങ്ങൾ, ഓരോന്നും ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്നത്. എല്ലാത്തിനും പിന്നിൽ ഒരു പരമ്പര കൊലയാളി. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ലക്ഷ്യം? ഇതിനെല്ലാം അയാളെ പ്രേരിപ്പിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച ഇത് റിലീസ് ചെയ്യും. അടുത്ത മൂവി കുമ്മാട്ടിക്കളി. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിൻസെന്റ് സെൽവ രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ഹ്യൂമർ മൂവിയാണ് കുമ്മാട്ടിക്കളി. ഈ ചിത്രം യൂട്യൂബിലൂടെ സൗജന്യമായി ലഭ്യമാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് JSK. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 15 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിന്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തന്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ബസൂയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇതിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തത് വേല. ഷെയ്ൻ നിഗവും സണ്ണി വെയിനും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്യാം ശശി സംവിധാനം ചെയ്ത സിനിമയാണ് വേല. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഇത് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന മൂവിയാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് പെരുമാനി. ഇത് ഒരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പെരുമാനിയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മാസം റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്ത മലയാളം മൂവി ബാന്ദ്ര. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉദയകൃഷ്ണയുടെ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത സിനിമയാണ് ബാന്ദ്ര. സിനിമാ താരവുമായി ബന്ധപ്പെട്ട കഥയാണ് സിനിമ പറയുന്നത്. 1990കളിൽ ഫ്ളാറ്റിൽ നിന്നും വീണ് മരിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച ഒരു ഹിന്ദി നായകയുടെ ജീവിതമാണ്. ഇതിൽ ദിലീപിനെ കൂടാതെ തമന്ന, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സിനിമയുടെ ഇതിവൃത്തം. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്.